ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കൊളംബിയൻ മയക്കുമരുന്ന് മാഫിയ തലവനായിരുന്നു പാബ്ലോ എസ്കോബാർ. അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്ന് കള്ളക്കടത്തിൻ്റെ 80% നിയന്ത്രിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതമായ ആസ്തി $21 ബില്യൺ പോലീസിനെ ഭയന്ന് പർവ്വതങ്ങളിൽ ഒളിച്ചു താമസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ രോഗിണിയായി. ആ മകളുടെ ജീവൻ നിലനിർത്തുന്നതിനു വേണ്ടി മുറിയിലെ താപനില ക്രമീകരിക്കുന്നതിനായി അയാൾ കത്തിച്ചത് $20 ലക്ഷം നോട്ടുകളായിരുന്നു. പണത്തിന് കടലാസിൻ്റെ വില പോലും ഇല്ലാത്ത നാളുകൾ ഉണ്ടാകുമെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ധനികനായ സക്കേവൂസിനെ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം പരിചയപ്പെടുത്തുന്നുണ്ട്. അയാൾ കളവറ്റ സമ്പത്തുണ്ടായിരുന്നു, വലിയ സ്വാധീനമുണ്ടായിരുന്നു, റോമിൻ്റെ ചങ്ങാതിയായിരുന്നു. പക്ഷെ സ്വന്തം ജനങ്ങൾ അയാളെ വെറുത്തിരുന്നു. അയാളെ പാപിയായി അവർ പരിഗണിച്ചു. അയാൾ കുറവുകളുള്ളവനായിരുന്നു, പൊക്കം കുറവുള്ളവനായിരുന്നു. പക്ഷേ ഒരു നാൾ ക്രിസ്തുവെന്ന ആ മഹാസമ്പത്തിനെ കണ്ടെത്തുമ്പോൾ ഏറ്റവും വലിയ രത്നം കണ്ടെത്തുന്ന വ്യാപാരിയെപ്പോലെ, തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നവനെ പോലെ സക്കേവൂസ് തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി. അയാൾ ക്രിസ്തുവിനെ സ്വന്തമാക്കുകയാണ്. എന്താണ് സമ്പത്ത്? നമ്മൾ എന്തിനാണ് ആശ്രയം വച്ചിരിക്കുന്നത്? ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ധ്യാനിക്കേണ്ടതുണ്ട്. നാം ആശ്രയിക്കുന്ന നോട്ടുകെട്ടുകളേക്കാൾ ഉപരി നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന ദൈവത്തെ സ്വന്തമാക്കുന്നതല്ലേ യഥാർത്ഥമായ സമ്പന്നതയും ആനന്ദവും. ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവെന്ന സമ്പത്തിനെ സ്വന്തമാക്കുന്നതിനായി നമുക്ക് പരിശ്രമിക്കാം.